ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കറിയും ഇന്നേ വരെ ചെയ്യാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ എളുപ്പത്തിലും 2-3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാനും പറ്റുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതും അതുപോലെ 5-6 ചുവന്നുള്ളി, ചെറിയുള്ളിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ചെറിയുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടാതെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇട്ടുകൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം വളരെ താഴ്ത്തി വയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ടാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നല്ല മോര് കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, അതും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുണ്ടാക്കിയ ഒരു മോര് കറിയാണ്. വളരെ എളുപ്പത്തിലും ഇപ്പോഴുള്ള ടീനേജേഴ്സ് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഈ മോര് ചിലപ്പോൾ പെട്ടെന്ന് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊച്ചു കുട്ടികൾക്ക് പോലും 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. ഒരു പറ ചോറുണ്ണാൻ ഇത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ